program to print the sum of digits of a number. അതായത് സം ഓഫ് ഡിജിറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻപുട്ടായിട്ട് ഒരു നമ്പർ, അതായത് ഒരു ഇൻറ്റിജർ നമ്പർ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടേണ്ടത് ആ ഇൻറ്റിജറിൻ്റെ അകത്തുള്ള ഡിജിറ്റ്സിൻ്റെ സമ്മാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഇൻപുട്ട് കൊടുത്തത് 523 ആണെങ്കിൽ നമുക്ക് കിട്ടുക ഔട്ട്പുട്ട് 10 ആണ്. കാരണം 5 + 2 + 3 എന്ന് പറഞ്ഞാൽ 10 ആണ്. ഇനിയിപ്പോൾ നമ്മൾ 79 ആണ് നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുത്തതെന്ന് പറഞ്ഞാൽ 7 + 9 എന്ന് പറഞ്ഞാൽ 16 ആയിരിക്കും നമ്മുടെ ഔട്ട്പുട്ട്. അപ്പോൾ നമ്മളൊരു ഇൻറ്റിജറാണ് ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത്. ആ ഇൻറ്റിജറിനകത്ത് ഓരോ ഡിജിറ്റ് കൊടുത്തിട്ട് പരസ്പരം ആഡ് ചെയ്യണു, എന്നിട്ട് അതാണ് നമ്മുടെ ഔട്ട്പുട്ടായിട്ട് വരേണ്ടത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അപ്പോൾ എക്സാമ്പിളായിട്ട് ഞാൻ ഈ 523 തന്നെ എടുക്കുകയാണ്. സപ്പോസ് നമ്മുടെ n എന്ന് പറഞ്ഞിട്ടുള്ളൊരു n ആണ് 523 എന്ന് വയ്ക്കുക. n എന്ന് പറഞ്ഞൊരു വേരിയബിളിലാണ് ഞാൻ 523 എന്ന് പറഞ്ഞത് സ്റ്റോർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ 523യുടെ സം ഓഫ് ഡിജിറ്റ്സ് കാണണമെന്നുണ്ടെങ്കിൽ 5 + 2 + 3 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഇങ്ങനെ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമുക്ക് 523യുടെ അകത്തുനിന്ന് 5ഉം 2ഉം 3ഉം സെപ്പറേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റണം. അപ്പം എങ്ങനെ 523യുടെ അകത്തുനിന്ന് 5, 2, 3 ഇത് മൂന്നും എടുക്കാം, അതാണ് ഈ പ്രോഗ്രാമിന്റെ ലോജിക് എന്ന് പറയുന്നത്. ഓരോ ഡിജിറ്റ് ആയിട്ട് എടുക്കുക, അതിനെ ആഡ് ചെയ്യുക. ആഡ് ചെയ്യാനുള്ള എങ്ങനെ ചെയ്യേണ്ടത് നമുക്കറിയാം. അപ്പം നമുക്ക് ഇവിടെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ഡിജിറ്റ് ആയിട്ട് ഇതിനകത്ത് എടുക്കാൻ പറ്റണം. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം 5 എടുക്കാം, പിന്നെ 2 എടുക്കാം, പിന്നെ 3 എടുക്കാം, അല്ലെങ്കിൽ നേരെ തിരിച്ചു കൊടുക്കാം. ആദ്യം 3 എടുക്കുക, പിന്നെ 2 എടുക്കുക, പിന്നെ 5 എടുക്കാം. അപ്പോൾ നമുക്കിങ്ങനെ റിവേഴ്സ് ഓർഡറിൽ എടുക്കാനാണ് എളുപ്പം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 523യുടെ അകത്ത് ഇപ്പം നമുക്ക് 3 എന്നുള്ളത് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ എളുപ്പമാണ്. എങ്ങനെയാണ് 523യുടെ അകത്ത് നിന്ന് 3 എടുക്കുക? 523നെ 10 വെച്ച് ഡിവൈഡ് ചെയ്താലുള്ള റിമൈൻഡറാണ് 3. അപ്പോൾ നമുക്ക് റിമൈൻഡർ കാണാൻ നമുക്കൊരു ഓപ്പറേറ്ററും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് 523യുടെ അകത്തുനിന്ന് 3 എടുക്കാൻ പറ്റും. അപ്പോൾ അതിന് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാനിപ്പോൾ വേറൊരു വേരിയബിൾ എടുക്കുകയാണ്. 3നെ വെക്കാനായിട്ട് d എന്ന് പറഞ്ഞിട്ടൊരു വേരിയബിൾ എടുക്കുകയാണ്. അപ്പോൾ ഡിയുടെ അകത്തേക്ക് n എന്ന് പറഞ്ഞാൽ 523 n mod 10 523 mod 10. അപ്പോൾ ഇവിടെ 523 ആണ് n. 523 mod 10 എന്ന് പറയുന്ന സമയത്ത് നമുക്ക് 3 കിട്ടും. 3 ആണ് ഡിയിൽ വയ്ക്കുന്നത്. ഇപ്പം നമുക്കിതിലെ ലാസ്റ്റ് ഡിജിറ്റ് കിട്ടി. ഇനി ആ ലാസ്റ്റ് ഡിജിറ്റിനെ സമ്മിലേക്ക് ആഡ് ചെയ്യണം. ഇപ്പം സമ്മിനകത്തേക്ക് ഇപ്പം സമ്മിൽ 0 ഉണ്ടെന്ന് വരിക്കാം. അപ്പം സം കറന്റ്ലി എന്താണോ സമ്മ്, ദാറ്റ് സം പ്ലസ് നമ്മുടെ ഡി. അപ്പോൾ സമ്മിൽ ആദ്യം 0 ആക്കി വെച്ചിട്ടുണ്ട്. 0 + d, അതായത് d എന്ന് പറഞ്ഞാൽ ഇവിടെ 3 ആണ്. അത് സമ്മിനകത്തേക്ക് തന്നെ വെച്ചു. അപ്പോൾ 523യുടെ അകത്ത് 3 എടുത്തു, സമ്മിലേക്ക് ആഡ് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് അടുത്തത് അതിനകത്ത് നിന്ന് എടുക്കേണ്ടത്, നമ്മൾ റിവേഴ്സ് ഓർഡറിലാണെങ്കിൽ അടുത്തത് നമുക്ക് 2 ആണ് എടുക്കേണ്ടത്. അപ്പോൾ 2നെ 523 എങ്ങനെ 2നെ എടുക്കാം? 3നെ എടുക്കാൻ നമുക്ക് സുഖമായിരുന്നു. 10 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് റിമൈൻഡർ കണ്ടുപിടിച്ചാൽ മതി. ഇനിയിപ്പോൾ അതിനകത്ത് നിന്ന് 2 എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ 10 കൊണ്ടോ 100 കൊണ്ടോ ഒന്ന് ഡിവൈഡ് ചെയ്താലും 2 മാത്രമായിട്ട് നമുക്ക് കിട്ടില്ല. അപ്പം നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ 523നെ 10 കൊണ്ട് അങ്ങോട്ട് ഡിവൈഡ് ചെയ്ത് 52 ആക്കാം. അതിനെ 523 മുഴുവൻ എടുക്കണ്ട, ഇനി അടുത്തത് 52 ആക്കാന്ന് ഇരിക്കാം. അപ്പോൾ 523 ആണ് ഇപ്പോൾ, അത് 52 ആയി കഴിഞ്ഞാൽ പിന്നെ ഇതിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ നമുക്ക് 2 കിട്ടും. അപ്പോൾ ഇതിനെ 523നെ ഞാൻ 52 ആക്കാൻ പോവാണ്. അതായത് ഡി ആണ് നമ്മളിപ്പോൾ n ആണ് നമ്മുടെ വേരിയബിൾ നെയിം. n = n/10ന്റെ കോഷ്യന്റ്. അപ്പോൾ ഇത് സിയിൽ ചെയ്യുന്ന സമയത്ത് n-ഉം 10-ഉം ഇൻറ്റിജർ ആയതുകൊണ്ട് n/10 എന്ന് പറഞ്ഞാൽ മതിയോ. നമുക്കിപ്പോൾ വേണ്ടതെന്ന് പറഞ്ഞാൽ n-നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്തതിന്റെ കോഷ്യന്റ് ആണ്. n/10 എന്ന് പറഞ്ഞാൽ n-നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്തതിന്റെ കോഷ്യന്റ് തന്നെയാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇവിടെ നമ്മുടെ n എന്ന് പറഞ്ഞാൽ ഈ സ്റ്റെപ്പിൽ n 523 ആയിരുന്നു. ഇവിടെ എത്തിയപ്പോൾ n 52 ആയി. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? 52നെ വീണ്ടും 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ എടുക്കാം. അതായത് ഈ സ്റ്റെപ്പാണ് നമുക്ക് അടുത്ത ചെയ്യേണ്ടത്. ഈ സ്റ്റെപ്പ് തന്നെ വീണ്ടും ചെയ്യാം. അപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ n 52 ആയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചിങ്ങോട്ട് തന്നെ വരിക, ഈ സ്റ്റെപ്പ് ചെയ്യുക. ഈ സ്റ്റെപ്പ് ചെയ്യുന്ന സമയത്ത് ഇപ്പം n എന്താണ്? 52 ആണ്. 52 ഡിവൈഡഡ് ബൈ 10ന്റെ റിമൈൻഡർ എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പോൾ d എന്തായി? 2 ആയി. ഇനി സം = സം പ്ലസ് d. സമ്മിൽ ഇപ്പം 3 ഇരിക്കുന്നുണ്ട്. 3 + 2 ചെയ്തിട്ട് സമ്മിലേക്ക് തന്നെ വയ്ക്കും. അപ്പോൾ ഇവിടെ 3 + 2 ആയി. ഇനി വീണ്ടും ഇവിടെ വരികയാണ് n അസൈൻ n/10. അതായത് 52നെ 10 വെച്ചിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 5 കിട്ടും. അപ്പോൾ ഇനി n എന്ന് പറയുന്നത് 5 ആണ്. തിരിച്ച് ഇവിടെ തന്നെ വരും. തിരിച്ചിവിടെ വരുന്ന സമയത്ത് n 5 ആണ്. 5 mod 10 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 5 കിട്ടും. അതായത് ഡിയിലുള്ളത് 5 ആണ്. സം = സം പ്ലസ് ഡി. സമ്മിനകത്ത് ഇപ്പോൾ 3 + 2 ഉണ്ട്, പ്ലസ് ഡി എന്ന് പറഞ്ഞാൽ നമുക്ക് 5 കിട്ടുന്നത്. 3 + 2 + 5. ഇനി ഇവിടെ വന്നിട്ട് n-നെ വീണ്ടും അപ്ഡേറ്റ് ചെയ്യാണ്.
n അസൈൻ n/10. 5/10 എന്ന് പറഞ്ഞാൽ നമുക്ക് 0 കിട്ടും. ഇപ്പം n 0 ആണ്. 0 എന്ന് പറഞ്ഞാൽ n ഇവിടെ ചെല്ലും. ഇനി n 0-ന് മോഡ് 10 എന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 0 തന്നെയാണ് കിട്ടുക. അപ്പം നമുക്ക് ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. എവിടെ വരെ റിപ്പീറ്റ് ചെയ്യണം? ഇവിടെ നമുക്ക് ഡിവൈഡ് ചെയ്യാനുള്ള n 0 ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് റിപ്പീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഒരു വൈൽ ലൂപ്പിൽ എഴുതാം. പ്രോഗ്രാം എഴുതുമ്പോൾ ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾ വൈൽ ലൂപ്പിൽ എഴുതുക. വൈലിന്റെ കണ്ടീഷൻ എന്താ വേണ്ടത്? n 0 അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യണം n 0 ആവുമ്പോൾ സ്റ്റോപ്പ് ചെയ്യണം. അപ്പോൾ n നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ നമുക്ക് അതിന്റെ പ്രോഗ്രാമിൽ ലൂപ്പ് എഴുതാം. ലൂപ്പ് മാത്രമേ ഞാൻ എഴുതുന്നുള്ളൂ, കംപ്ലീറ്റ് പ്രോഗ്രാം ഒന്നും എഴുതുന്നില്ല. അപ്പോൾ നമുക്ക് n ആണ് നമ്മുടെ നമ്പർ എന്നുണ്ടെങ്കിൽ അത് ഡിക്ലെയർ ചെയ്യുക, റീഡ് ചെയ്യുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. ഞാനിവിടെ n1 എന്ന് പറഞ്ഞിട്ടൊരു വേരിയബിൾ എടുത്തിട്ട് അതിനകത്തേക്ക് n ഒന്ന് കോപ്പി ചെയ്ത് വെക്കുകയാണ്. എന്ന് വെച്ചാൽ എനിക്ക് അവസാനം പ്രിന്റ് ചെയ്യേണ്ടത്, അപ്പോൾ സം ഓഫ് ഡിജിറ്റ്സ് ഓഫ് 523 is 10 എന്ന് പ്രിന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ n-നെ തന്നെ എടുത്തിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അവസാനം n 0 ആവും. അപ്പോൾ എനിക്ക് 523 എന്ന് പ്രിന്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ n-നെ നേരിട്ട് എടുത്ത് ഡിവൈഡ് ചെയ്യേണ്ടെന്ന് ഓർത്തിട്ട് n1 എന്ന് പറഞ്ഞിട്ടൊരു വേരിയബിൾ എടുത്തിട്ട് അതിനകത്തേക്ക് n കോപ്പി ചെയ്ത് വെക്കുകയാണ്. ഇനി ഞാൻ n1-നെ ഡിവൈഡ് ചെയ്യാന്ന് വെച്ചിട്ടാണ്. അപ്പോൾ n-ന്റെ മാറ്റമൊന്നും വരില്ല, n 523 ആയിട്ട് അവിടെ ഇരിക്കുന്നുണ്ടാവും. ഇനി ഇതിന് സിയിലെ ലൂപ്പായിട്ട് എഴുതാം. വൈൽ n നോട്ട് ഈക്വൽ ടു 0. ഞാൻ d എന്ന് പറഞ്ഞിട്ടൊരു വേരിയബിൾ എടുക്കുകയാണ്. d ഈക്വൽ ടു n%10. n അല്ല, സോറി, ഇവിടെ n1 ആണ് നമ്മൾ ഡിവൈഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ n1 നോട്ട് ഈക്വൽ ടു 0 എന്ന് എഴുതുക. d ഈക്വൽ ടു n1%10. then sum equal to sum plus d or sum plus equal to d. അത് കഴിഞ്ഞാൽ n equal to n/10 or n by equal to 10. n അല്ല n1. ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് എപ്പോഴാണ് തീരുക? n1 ഈക്വൽ ടു 0 ആകുമ്പോൾ. n1 ഈക്വൽ ടു 0 ആയി കഴിഞ്ഞാൽ കണ്ടീഷൻ ഫോൾസ് ആയി, ഇതിന് താഴെ വന്നു കഴിഞ്ഞാൽ സം ഓഫ് ഡിജിറ്റ്സ് പ്രിന്റ് ചെയ്യാം. സം ഓഫ് ഡിജിറ്റ്സ് of percentage d is percentage d. sum of digits of 523 എന്ന് പറയുന്നത് n-ലാണ് ഇരിക്കുന്നത്. n is percentage d. ഇത് സം. അപ്പോൾ ഇങ്ങനെയായിരിക്കും അതിൻ്റെ ലൂപ്പ് ഉണ്ടാവുക. അപ്പോൾ കംപ്ലീറ്റ് പ്രോഗ്രാം എഴുതുന്ന സമയത്ത് n ഡിക്ലെയർ ചെയ്യണം. ദെൻ n1, ഇത് 2 ഇൻറ്റീജറാണ്, ഡിയും ഇൻറ്റീജറാണ്, സമ്മും എല്ലാം ഇൻറ്റീജറായിട്ട്. ഇത്രയും വേരിയബിൾസ് ഒക്കെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടാവണം, n റീഡ് ചെയ്തിട്ടൊക്കെ ഉണ്ടാവണം. അപ്പോൾ ഇങ്ങനെയാണ് സം ഓഫ് ഡിജിറ്റ്സിൻ്റെ പ്രോഗ്രാം എഴുതുക.